പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പര്യായ പദങ്ങൾ, മലയാളം പര്യായ പദങ്ങൾ. ഇത് എല്ലാ PSCകളിലും പിന്നെ കേഡറ്റ് പരീക്ഷയ്ക്കും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വേഗം തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം. പര്യായ പദങ്ങൾ. അംശു. അംശു എന്ന് പറഞ്ഞാൽ രശ്മി, കിരണം, കതിർ. രശ്മി, കിരണം, കതിർ. അച്ഛൻ, താതൻ, പിതാവ്, ജനകൻ. അടുക്കള, മഹാനസം, രസ്വതി, പാകസ്ഥാനം. അത്ഭുതം, വിസ്മയം, ചിത്രം, അതിശയം. അനുവാദം, സമ്മതം, അനുജ്ഞ, അനുമതി. അന്യൻ, ഭിന്നൻ, ഇതരൻ, അപരൻ. അന്വേഷണം, മാർഗണം, ഗവേഷണം, വിജയനം. അമ്പ്, അംശുകം, അസ്ത്രം, ബാണം. അലങ്കാരം, മണ്ഡനം, ഭൂഷണം, നേപഥ്യം, നേപഥ്യം. അല്പം, ലേശം, മാത്ര, ലവം. അശോകം, കങ്കേളി, താമ്രപല്ലവം, പല്ലവ ദ്രുമം. ആജ്ഞ, കൽപ്പന, നിർദ്ദേശം, ശാസനം. ആഢ്യൻ, ധനവാൻ, ശ്രേഷ്ഠൻ, പ്രഭു. ആവനാഴി, അമ്പുറ, തൂണി, തൂണിരം. ഇലഞ്ഞി, കേസരം, വിശാരദം, മകൂലകം. ഇറച്ചി, മാംസം, ആമിഷം, പലലം. ഋഷി, മുനി, മഹർഷി, സന്യാസി. ഉചിതം, യോഗ്യം, യോജ്യം, യോഗ്യം, ചിതം. ഉപ്പ്, ലവണം, വസരം, സാമുദ്രം. ഉയരം, പ്രാംശു, ഉച്ചം, ഉന്നതം. ഉറക്കം, നിദ്ര, സുപതി, സുഷുപ്തി. ഉറുമ്പ്, വമ്രി, പിപീലിക, ഉറവി. ഇനി നമ്മൾക്ക് PSCക്ക് ചോദിക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ ശരിയായ പര്യായ പദം തിരഞ്ഞെടുക്കുക. അസം. അസത്തിൻ്റെ ശരിയായ പര്യായ വിധം തോൾ. തോളെന്നാണ്. അടയ്ക്ക, പാക്ക്. അനുജൻ, ഭിന്നൻ. മാൻ, ഹരിണം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെവിയുടെ പര്യായം അല്ലാത്തത് ഏത്? ചെവിയുടെ പര്യായം അല്ലാത്തത്. ഇങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. പര്യായം മാത്രമല്ല ചോദിക്കുന്നത്, പര്യായം അല്ലാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചെവിയുടെ പര്യായം അല്ലാത്തത് ഏതാണ്? ജിഹ്വ. ജിഹ്വ എന്ന് പറഞ്ഞാൽ എന്താണ്? നാവ്. നാവ് എന്നാണ് അർത്ഥം. അപ്പോൾ ചെവിയുടെ പര്യായം അല്ലാത്തത് ജിഹ്വയാണ്. ഇല എന്ന് അർത്ഥം വരാത്ത ശബ്ദം. ഇല എന്ന് അർത്ഥം വരാത്ത ശബ്ദമാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ബഹുള. ബഹുളം. ബഹുളം എന്നാണ്. ബഹുളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലഞ്ഞി മരത്തിനെയാണ് ബഹുളം എന്ന് പറയുന്നത്. അടുത്തത് കുയിൽ. കുയിലിൻ്റെ പര്യായം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പികം. പികമാണ് കുയിൽ. അടുത്തത് പൂവിൻ്റെ പര്യായമായി വരുന്ന ഒരു പദത്തിന് നെൽപ്പൊരി എന്നുകൂടി അർത്ഥമുണ്ട്. പദം ഏതാണ്? പൂവിൻ്റെ പര്യായമായി വരുന്ന ഒരു പദത്തിന് നെൽപ്പൊരി എന്നുകൂടി അർത്ഥമുണ്ട്. ഏതാണ്? മലർ. മലരാണ്. രാത്രിയുടെ പര്യായം അല്ലാത്ത ശബ്ദം ഏതാണെന്ന് വെച്ചാൽ മണിയാണ്. രക്തം എന്നർത്ഥമുള്ള ശബ്ദം ശോണിതം. അത് നമുക്കറിയാവുന്നതാണ്. പാൽ എന്നതിന് സമാനമായ അർത്ഥമില്ലാത്ത ശബ്ദം. പാൽ എന്നതിന് സമാനമായ അർത്ഥമില്ലാത്ത ശബ്ദം എന്താണ്? ശ്വേതം. ശ്വേതം ആണ്. ശ്വേതം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്വേതകണങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്വേതം, വെളുപ്പ്. വെളുത്ത കണങ്ങൾ. ശ്വേതരക്താണു, വെളുത്ത രക്താണു എന്നൊക്കെ പറയില്ലേ.
അപ്പോൾ സ്വേദം. ഇനി ചിലങ്ക. ചിലങ്ക ചിലങ്ക എന്നർത്ഥം വരുന്നത് ചിലങ്കയുടെ പര്യായം ഏതാണ്? മഞ്ചീരം. മഞ്ചീരം കേട്ടിട്ടില്ലേ? മഞ്ചീരധ്വനി മുഴക്കി മാനസമിഴയിൽ പൊന്നോളങ്ങൾ മഞ്ചീരധ്വനി മുഴക്കി. അതിൽ മഞ്ചീരം ചിലങ്കയുടെ ശബ്ദം മുഴക്കി എന്നർത്ഥം. അപ്പോൾ ചിലങ്ക എന്ന് പറഞ്ഞാൽ മഞ്ചീരം. മേഘം. മേഘത്തിൻ്റെ പര്യായം വാരിധം. ഇത് നമുക്കറിയാവുന്നതാണ്, വാരിധം. അടുത്തത് വസ്ത്രത്തിനും ആകാശത്തിനും ഒരുപോലെ പര്യായമായി ഉപയോഗിക്കാൻ കഴിയാവുന്ന ശബ്ദം. വസ്ത്രത്തിനും ആകാശത്തിനും ഒരുപോലെ പര്യായമായി ഉപയോഗിക്കാൻ കഴിയുന്ന ശബ്ദമാണ് അമ്പരം. അമ്പര ചുംബി എന്ന് പറഞ്ഞാൽ ആകാശമുട്ടയുള്ള, ആകാശത്തിനെ ചുംബിക്കുന്ന അത്രയ്ക്ക് ഉയരത്തിലുള്ളത്. അമ്പരചുംബിയായ കെട്ടിടങ്ങൾ എന്ന് കേട്ടിട്ടില്ലേ? പിന്നെ അമ്പരം. അമ്പരം വസ്ത്രം. ദിഗംബരം. ദിഗംബരം എന്ന് കേട്ടിട്ടില്ലേ? ദിഗംബരം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിക്കുകൾ അമ്പരമാക്കിയവൻ എന്ന് പറഞ്ഞാൽ ദിക്കുകൾ വസ്ത്രം ആക്കിയവൻ. അതാണ് ദിഗംബരൻ. ആരാണ് ദിഗംബരൻ എന്ന് പറഞ്ഞാൽ? ശിവൻ. ശിവനെയാണ് ദിഗംബരൻ എന്ന് പറയുന്നത്. അടുത്തത് ബാല്യമെൻ ജീവിതാവസരം തന്നെ കാല്യം കലിതാപമായ കാലം. ഈ വരികളിൽ പ്രഭാതത്തിന്റെ പര്യായമായി ഉപയോഗിച്ച ശബ്ദമേത്? ബാല്യമെൻ ജീവിതാവസരം തന്നെ കാല്യം കലിതാപമായ കാലം. ഈ വരികളിൽ പ്രഭാതത്തിന്റെ പര്യായമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള ശബ്ദമാണ് കാല്യം. കാല്യം. അടുത്തത് നക്ഷത്രം എന്ന് അർത്ഥമില്ലാത്ത ശബ്ദം വത്സം. വത്സമാണ് നക്ഷത്രം എന്ന് അർത്ഥമില്ലാത്ത ഈ തന്നിരിക്കുന്നതിൽ അർത്ഥമുള്ളത്. വത്സം. എന്താണ് വത്സം? നെഞ്ചിടം അല്ലെങ്കിൽ മാറിടം. അതാണ് വത്സം. അടുത്തത് ഉറുമ്പ്. ഉറുമ്പിന്റെ പര്യായം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉറുമ്പ് നമ്മൾ ആദ്യം പഠിച്ചതാണ് പിപീലിക. അടുത്തത് കലപ്പയുടെ പര്യായമല്ലാത്ത ശബ്ദം. കലപ്പയുടെ പര്യായം അല്ലാത്ത ശബ്ദം കീരമാണ്. കീരമാണ് കലപ്പയുടെ പര്യായം അല്ലാത്ത ശബ്ദം. ബാക്കിയെല്ലാം കലപ്പയുടെ പര്യായമാണ്. കരി എന്ന് പറയുന്നതിന് കലപ്പ എന്നും അർത്ഥമുണ്ട്. പിന്നെ ആന, കറുത്ത ആന എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ആനയുടെ പര്യായമായിട്ടും കരി ഉപയോഗിക്കും, കലപ്പയുടെ പര്യായമായിട്ടും കരി ഉപയോഗിക്കും. അപ്പോൾ കീരം എന്ന് പറഞ്ഞാൽ എന്താണ്? കീരം എന്ന് പറഞ്ഞാൽ കിളി അല്ലെങ്കിൽ തത്ത, കൂട്ടിൽ കിടക്കുന്ന തത്ത എന്നൊക്കെ പറയണത് കീരം ആണ്. കണ്ണാടി എന്നർത്ഥം വരാത്ത ശബ്ദം. വരാത്ത ശബ്ദമാണ്. അത് ആൻസർ ഉപലലമാണ്. ഉപലലം. ഉപലലം എന്ന് പറഞ്ഞാൽ എന്താണ്? കല്ല്, പാറ, രത്നം. അതൊക്കെയാണ് ഉപലലം എന്ന് പറഞ്ഞാൽ എൻ്റെ പര്യായങ്ങൾ. കണ്ണാടിയുടെ പര്യായങ്ങൾ ദർപ്പണം, ആദർശം, മുകുരം. ആദർശം, ആദർശം ദർശിക്കുക. ഇനി താഴെ പറയുന്ന ജോഡികളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഗുഹ, കന്ദരം. അപ്പോൾ ഗുഹയുടെ പര്യായം ഏതൊക്കെയാന്ന് നോക്കാം. ഗഹരം, ബിലം, ധരി, കന്ദരം. ഈ കന്ദരം നോക്കിയേ, കന്ദരത്തിൻ്റെ അക്ഷരം ഇങ്ങനെയുള്ള ധായാണ്. കണ്ടോ? ഇങ്ങനെയുള്ള ധായാണ്. അതേസമയം ഇവിടെ ഉള്ളത് എന്താണ്? നായും ധായും മറിച്ചിട്ടാണ്. കണ്ടോ? നായ് ഉണ്ട്, നാ മറിച്ചിട്ട ധായാണ് കന്ദരം. ഈ കന്ദരം എന്ന് പറഞ്ഞാൽ കഴുത്ത്, മേഘം എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ ഒരേ ശബ്ദം വരുന്നുണ്ട്, എന്നാൽ അക്ഷരങ്ങളിൽ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം പല അർത്ഥങ്ങളിലേക്കും മാറും. അപ്പോൾ ഇതിൽ പറയുന്ന കന്ദരം എന്ന് പറഞ്ഞാൽ ഗുഹയാണ്. അതേസമയം നമ്മൾക്ക് ഇവിടെ തന്നേക്കണ ഗുഹയുടെ കൂടെ തന്നേക്കണ കന്ദരം എന്താണ്? ഈ കന്ദരത്തിൻ്റെ അർത്ഥമാണ് കഴുത്ത്, മേഘം. മനസ്സിലായോ?
അപ്പോൾ നമ്മൾ ഒരു അക്ഷരം മാറിയാൽ അർത്ഥം മാറുന്നത് മനസ്സിലായില്ലേ? അപ്പോൾ അത് ഈ മലയാള അർത്ഥത്തിൽ ഇങ്ങനെയുള്ള കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ധാരാളം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഓരോ അക്ഷരങ്ങളൊക്കെ വ്യക്തമായിട്ട് നോക്കി പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇന്നത്തോടെ ഈ ക്ലാസ് തീരുകയാണ്. ഇനി അടുത്ത പുതിയ ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.